എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നാളെ ഈ ഒരു SSLC റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കും. SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ THSLC വിദ്യാർത്ഥികൾക്ക് THSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം അറിയാം. അതുപോലെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് SSLC എക്സാം റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇത് പരീക്ഷ എക്സാമിൻ്റെ ആ റിസൾട്ട് അറിയാനുള്ള ആ ഒരു പേജാണ്. അപ്പോൾ ഇവിടെ ആ ഒരു SSLC എക്സാം റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനായിട്ട് ഒരു ഭാഗം കാണും. അവിടെ രജിസ്റ്റർ നമ്പറും ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി വ്യൂ റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞ ശേഷം അവിടെ പ്രിൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല, അതായത് A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിങ്ങൾക്ക് B+ അല്ലെങ്കിൽ BO അല്ലെങ്കിൽ A ഗ്രേഡോ ആണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. റീവാലുവേഷനായിട്ട് 400 രൂപയാണ് ഫീസ്. സ്ക്രൂട്ടിനിക്കും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന, അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SSLC പരീക്ഷയിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നതായിരിക്കും. അതിനുള്ള അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നൽകേണ്ടത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.